Dear students, a warm welcome to one and all to the episode of Plus 2 English Revision Classes. Here I am Dr. Sajina Shukur, Higher Secondary School Teacher in English at Government Higher Secondary for Girls, Madai, Kannur. My dear children, അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു ഡിസ്കോഴ്സ് പഠിക്കാം. നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഒരുപാട് ഡിസ്കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പല ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രസംഗം എങ്ങനെ തയ്യാറെടുക്കാം, പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ്. ഇറ്റ്സ് എൻ 8 മാർക്ക് ക്വസ്റ്റ്യൻ. 8 മാർക്കിനാണത് വരുന്നത്. വളരെ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്സിൽ ഭൂരിഭാഗവും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഷാൽ വി എക്സാമിൻ ദ ഫോർമാറ്റ് ഓഫ് എ സ്പീച്ച്? ഒരു സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഒരു സ്പീച്ചിൻ്റെ ഘടന എങ്ങനെയാണ് നമുക്ക് തുടക്കം തന്നെ നോക്കാം. ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കണം സ്പീച്ചിനൊരു ഹെഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് എഴുതുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു സല്യൂട്ടേഷൻ വേണം. ആ സല്യൂട്ടേഷൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഒരു ക്യാച്ചി ആയിരിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ 3 L's ഓഫ് എംപവർമെൻറ്റ് കൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കോഴ്സ് ബുക്കിലെ ആദ്യത്തെ ലെസൺ തന്നെ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. അതിലെ ആദ്യത്തെ ലെസൺ തന്നെ ഒരു സ്പീച്ചാണ്, ഒരു പ്രസംഗമാണ്. ഇറ്റ് വാസ് ഡെലിവേർഡ് ബൈ ക്രിസ്റ്റീൻ ലാഗാർഡ് ആൻഡ് ഷീ സല്യൂട്ട്സ് ഹെർ ഓഡിയൻസ് ഇൻ such an interesting and an engaging way. എങ്ങനെയാണ് അവർ സല്യൂട്ട് ചെയ്യുന്നത് തൻ്റെ ഓഡിയൻസിനെ? ഗുഡ് ആഫ്റ്റർനൂൺ, ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി അമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. അവർ പറയുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് സുഹൃത്തുക്കളോടൊപ്പം, എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന കുറേ നല്ല ആൾക്കാരോടൊപ്പം ഒത്തു നിൽക്കുന്നതിൽ, അവരോടൊപ്പം ആകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ദ സല്യൂട്ടേഷൻ, എ വേ ഓഫ് സല്യൂട്ടേഷൻ. അങ്ങനെ ഷീ ടേക്സ് ദ ഓഡിയൻസ് ഇൻ ടു ഹെർ കോൺഫിഡൻസ് ആൻഡ് ഡിക്ലെയർസ് ദാറ്റ് ഷീ ഈസ് ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദം. അങ്ങനെ ഒരു റാപ്പോ അവരുടെ ഓഡിയൻസുമായിട്ട് അവരൊരു റാപ്പോ സ്ഥാപിക്കുകയാണ്. ദിസ് ഇസ് എസെൻഷ്യൽ ടു ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ്. അപ്പോൾ ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കുക, രണ്ടാമതൊരു സല്യൂട്ടേഷൻ, തൻ്റെ ഓഡിയൻസിനെ എങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യുന്നത്, അത് വളരെ 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 പ്രധാനമാണ്. അതോടുകൂടിയാണ് നിങ്ങളുടെ പ്രസംഗത്തിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നത്, കാണികൾ അല്ലെങ്കിൽ കേൾവിക്കാർ ആകർഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ആ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. ഏത് ടോപ്പിക്കുമാകട്ടെ നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും? ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു ടു സേ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദ മച്ച് ഡിസ്കസ്ഡ് ആൻഡ് ദ മോസ്റ്റ് റെലവൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് നിങ്ങൾക്ക് എഴുതാം. ഐ സിൻസിയർലി എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് മൈ ഐഡിയാസ് ഓൺ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് കൊടുക്കാം. ഇവിടെ ക്രിസ്റ്റീൻ ലാഗാർഡിൻ്റെ സ്പീച്ച് 3 L's ഓഫ് എംപവർമെൻറ്റ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവർ എങ്ങനെയാണത് തുടങ്ങി വെച്ചത്? സല്യൂട്ടേഷൻ കഴിയുമ്പോൾ അവർ പറയുന്നത് ഒരു പ്രോബ്ലം സൊല്യൂഷൻ മെത്തേഡിലൂടെയാണ്. She presents one of the major problems faced by the 21st century, the denial of equal opportunity to women. She analyzes its reasons, impact, and finally, she proposes a solution to overcome the issue. She finds the issue as the denial of equal opportunity to women. സ്ത്രീകൾക്ക് തുല്യമായ അവസരം കിട്ടുന്നില്ല, അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നെ അതിൻ്റെ കാരണങ്ങൾ, അത് ലോകത്തുണ്ടാക്കുന്ന ഫലങ്ങൾ, അതിന് പിന്നെ എന്ത് പരിഹാരമാണ് ഉണ്ടാവുക, ആ പ്രശ്നത്തിനൊരു പരിഹാരവും നിർദ്ദേശിച്ചുകൊണ്ടാണ് അവരവരുടെ പ്രസംഗം വളരെ ക്രിയാത്മകമായി അവസാനിപ്പിക്കുന്നത്. Here the speaker introduces the problem. എന്താണ് പ്രോബ്ലം? lack of freedom of expression and denial of equal opportunity to women. lack of freedom of expression and denial of equal opportunity to women. അത് കഴിഞ്ഞ് she points out the seriousness of the problem. Then she comes with a solution. Then the speaker here, Christine Lagarde, highlights the importance of education. നമ്മൾ 3 L's of empowerment, അത് 3 L'കളെ കുറിച്ച്, അതിലെ 3 L's ഏതൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നതിന് ഈ വലിയ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ആ പ്രശ്നത്തിന് പരിഹാരമായി അവർ നിർദ്ദേശിക്കുന്നത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് എന്നീ 3 കാര്യങ്ങളാണ്. ആ 3 ശക്തമായ 3 പ്രതിവിധികൾ നിർദ്ദേശിച്ചുകൊണ്ട് സ്പീച്ച് എത്തി നിൽക്കുന്നത് ഒരു ഉത്ബോധനത്തോടു കൂടിയാണ്. ഷീ സ്റ്റോപ്സ് ദ സ്പീച്ച് വിത്ത് ആൻ ഇൻസ്പയറിംഗ് എക്സോർട്ടേഷൻ, ഒരു ഉത്ബോധനത്തോടു കൂടി അവരുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അവരവസാനം പറയുന്ന ഇതാണ്: ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ഡിഫറൻസ്
നമ്മളൊരു വ്യത്യസ്തത വരുത്തുന്നതിനെ നമ്മൾ സാഹസപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായ അനുരണനങ്ങൾ, ശക്തമായ അനുരണനങ്ങൾ സൃഷ്ടിക്കും എന്നാണ്. വി ഹാവ് ടു കൺക്ലൂഡ് അവർ സ്പീച്ച് വിത്ത് എ താങ്ക് യു നോട്ട്. നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ പ്രസംഗത്തിൻ്റെ ഒടുവിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് എഴുതി തീർക്കുമ്പോൾ നമ്മളൊരു താങ്ക് യു നോട്ടോടുകൂടി അവസാനിപ്പിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ സല്യൂട്ടേഷൻ കണ്ടു, അതിൻ്റെ തുടക്കം കണ്ടു, ഇൻട്രൊഡക്ഷൻ കണ്ടു. അത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മീ വിത്ത് പേഷ്യൻറ്റ് അറ്റൻഷൻ ആൻഡ് കോഓപ്പറേഷൻ. അങ്ങനെ അവസാനിപ്പിക്കാം ഒരു നന്ദിയോടുകൂടി. നൗ ഒരിക്കൽ കൂടി സ്പീച്ചിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ആദ്യം അതിനൊരു ടൈറ്റിൽ കൊടുക്കണം, ഒരു ക്യാച്ചി സല്യൂട്ടേഷൻ കൊടുക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ എ കോംപ്രിഹെൻസീവ്, അപ്രോപ്രിയേറ്റ്, ക്ലിയർ ആൻഡ് ബ്രീഫ് കോണ്ടൻറ്റ്. അത് കഴിഞ്ഞാൽ എ പോസിറ്റീവ് ആൻഡ് ഇഫക്റ്റീവ് കൺക്ലൂഷൻ, ദെൻ താങ്കിങ് ദി ഓഡിയൻസ്. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ടൈറ്റിൽ കൊണ്ട് തുടങ്ങി, ഒരു ക്യാച്ച് സല്യൂട്ടേഷനിലൂടെ കടന്നു വന്നു, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം കൊടുത്തുകൊണ്ട്, പിന്നെ ആ കോണ്ടൻറ്റിനെ, അതിനകത്തുള്ള എന്താണോ ആശയങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷനിലെത്തി ഒടുവിൽ തൻ്റെ ഓഡിയൻസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രസംഗം അവസാനിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് 8 മാർക്കിൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് 5 മാർക്കിന് 4 തൊട്ട് 6 മാർക്ക് വരെ വരാൻ പറ്റുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യുവർ ക്വസ്റ്റ്യൻ മേ ബി ഫിൽഡ് വിത്ത് സച്ച് ക്വസ്റ്റ്യൻസ്. കുറേ അധികം ചോദ്യങ്ങൾ അങ്ങനെ പാരഗ്രാഫ് റൈറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഒരു പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പരിശോധിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളമായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. പാരഗ്രാഫ് റൈറ്റിംഗ് 4 തൊട്ട് 6 മാർക്ക് വരെ ആയിരിക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൊടുക്കുന്നത്. സോ വി ഷാൽ ബിഗിൻ വിത്ത് ആൻ എക്സാമ്പിൾ. സപ്പോസ് യു ആർ ആസ്ഡ്, നമുക്ക് സാധാരണ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ്, ഇനിയും വന്നുകൂടായികയില്ല. നമുക്കൊന്ന് നോക്കാം. സോ ഐ ഷാൽ റീഡ് ഫോർ യു ദ ക്വസ്റ്റ്യൻ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, you train a village. Do you agree to this statement? Express your views in a paragraph. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കതിന് ഉത്തരം കൊടുക്കാൻ പറ്റുക? See, children, this is an opinion seeking question. അഭിപ്രായം ആവശ്യപ്പെടുന്നൊരു ചോദ്യമാണിത്. So first we have to state whether we support it or not. Hence, let us start our answer with yes or no. And then we have to give the reasons why we agree or disagree. അങ്ങനെ ഒരു അഭിപ്രായം ആവശ്യപ്പെടുന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തുടങ്ങണം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെ അല്ലെങ്കിൽ അല്ല, യെസ് അല്ലെങ്കിൽ നോ. അങ്ങനെ തുടങ്ങിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ കാരണങ്ങൾ നിരത്തേണ്ടി വരും. നമുക്ക് അന്നേരം ഒരു പാരഗ്രാഫിൻ്റെ ഫോമാറ്റ്, ഒരു പാരഗ്രാഫ് എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഫോമാറ്റ് നമുക്ക് നോക്കാം. സോ ഒരു സിംഗിൾ ആൻസറായിട്ട് ഒരു പാരഗ്രാഫ് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം തന്നെ നമുക്ക് എല്ലാത്തിനും തുടങ്ങുമ്പോൾ ഒരു ആമുഖം വേണം. അപ്പോൾ ഒരു പാരഗ്രാഫ് ആകുമ്പോൾ 5, 6, 7, 8 സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഒരു സെൻറ്റൻസ് ആ ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സെൻറ്റൻസ് വേണം. അതിന് നമുക്ക് ടോപ്പിക് സെൻറ്റൻസ് അല്ലെങ്കിൽ കീ സെൻറ്റൻസ് എന്ന് വിളിക്കാം. അങ്ങനെ ടോപ്പിക് സെൻറ്റൻസോടുകൂടി കീ സെൻറ്റൻസോടുകൂടി നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ഡു യു എഗ്രി ടു ദി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യെസിലേ തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഗേൾസിനെ സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ തുടങ്ങാം? യെസ്, ഐ എഗ്രി ടു ദി സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഒരു സാമ്പിൾ കീ സെൻറ്റൻസ് പറയാം. എഡ്യൂക്കേഷൻ ഓഫ് എ ഗേൾ ചൈൽഡ് എംപവേഴ്സ് ദ ഹോൾ വില്ലേജ്. ഒരു പെൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചാൽ മുഴുവൻ ഗ്രാമത്തെയും ശാക്തീകരിക്കുന്നതിന് തുല്യമാണത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ടോപ്പിക് സെൻറ്റൻസിലൂടെ നമ്മൾ കയറുന്നു, നമ്മുടെ ഉത്തരങ്ങളിലേക്ക് കയറുന്നു. പിന്നീട് വി ക്യാൻ ഗിവ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ടു എസ്റ്റാബ്ലിഷ് അവർ പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മുടെ വീക്ഷണത്തെ നമുക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പിന്താങ്ങുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചേർക്കാം. ഇങ്ങനെ ഒരു ചോദ്യത്തിലാണെങ്കിൽ നമുക്ക് ചേർക്കാം. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വുമൺ ടു ഗെറ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, മൗൾസ് ദെയർ പേഴ്സണാലിറ്റി, ഡെവലപ്സ് ഡിഫറെൻറ്റ് സ്കിൽസ് ഇൻക്ലൂഡിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, മേക്സ് ദം അവെയർ ഓഫ് ഹെൽത്ത്, ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, റൈറ്റ്സ്, പ്രിവിലേജസ്, റെസ്പോൺസിബിലിറ്റീസ്. ഒടുവിൽ നമ്മൾ ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ എന്തിനും ഒരു ഇൻട്രൊഡക്ഷനും വേണം. ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? കൺക്ലൂഷൻ മസ്റ്റാണ്, കമ്പൽസറിയാണ്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം? കൺക്ലൂഡ് വിത്ത് എ സെൻറ്റൻസ് സമറൈസിങ് ദ ഹോൾ ഐഡിയ. ആ മുഴുവൻ ആശയം വരുന്നത്
നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഒരു സെൻറ്റൻസ് കൊണ്ട് മാത്രം നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അതേപോലെ തന്നെ ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനും അതിനെ അവസാനിപ്പിക്കാനും പറ്റണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ കൊടുക്കാം? എഡ്യൂക്കേറ്റഡ് വുമൺ ക്യാൻ ടേക്ക് ദ ലീഡ് ഇൻ നേഷൻ ബിൽഡിംഗ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അപ്പോൾ പാരഗ്രാഫ് റൈറ്റിംഗ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ പഠിച്ചു പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. നമുക്കിനിയും ഒരു കവിത ആസ്വദിച്ചാലോ? നമ്മുടെ ഫോക്കസ് ഏരിയയിൽ 2 കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എനി വുമൺ, രണ്ടാമത്തത് റൈസ്. നമുക്ക് എനി വുമണിനെ കുറിച്ച്, എനി വുമൺ എങ്ങനെയാണ് ക്രിയാത്മകമായി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യപേപ്പറിലെ 8 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനൊരു ചോദ്യമില്ലാതെ നമ്മുടെ ചോദ്യപേപ്പർ വരില്ല. സോ വി ക്യാൻ സീ ഹൗ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആൻസേർഡ്. ഷാൽ വി? ഓക്കെ, ശരി. യു ഹാവ് ടു അനലൈസ് ദ പോയം തിമാറ്റിക്കലി ആൻഡ് സ്ട്രക്ചറലി. അങ്ങനെ ഒരു പോയം നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വരുന്നത് ഒരിക്കൽ പോലും നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കവിതയായിരിക്കാം ഒരു പക്ഷേ. ആ കവിതയെ നിങ്ങൾ സമീപിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അതിൻ്റെ തീം നോക്കണം, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, ഘടന നോക്കണം. യു ഹാവ് ടു അനലൈസ് ദ പോയം തിമാറ്റിക്കലി ആൻഡ് സ്ട്രക്ചറലി. അപ്പോൾ അതിനുവേണ്ടി, ഇപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത പോയമാണ് വരുന്നത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യപേപ്പറിൽ അങ്ങനെ വരുമ്പോൾ റീഡ് ദ പോയം അറ്റ് ലീസ്റ്റ് thrice to get the theme of the poem. ആ കവിത നമുക്ക് മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ച് നോക്കണം. ദെൻ അനലൈസ് ദ പോയം സ്ട്രക്ചറലി. പിന്നെ അതിൻ്റെ ഘടനാപരമായിട്ട് അതിനെ നോക്കുക. ഇനി സ്ട്രക്ചറൽ അനാലിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഫോർ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് ദ പോയം. ഐഡൻറ്റിഫൈ ദ ഫോം ഓഫ് ദ പോയം. ആദ്യം നമ്മൾ നോക്കേണ്ടത് പോയത്തിൻ്റെ രൂപമാണ്. സോനെറ്റ്, ഡ്രമാറ്റിക് മോണോലോഗ്, ലിറിക്, ഓഡ്, അങ്ങനെ ഇതിലേത് തരമാണ് തന്നിരിക്കുന്ന കവിതയെന്ന് നമുക്ക് പരിശോധിക്കണം. അത് കഴിഞ്ഞാൽ ദ സ്റ്റാൻസ ഫോം, ഡിക്ഷൻ, ഇമേജറി, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യൂഷ്വലി ദ ഡിക്ഷൻ വിൽ ബി നാച്ചുറൽ, എലിഗൻറ്റ്, സബ്ലൈം ഓർ കൊളോക്കിയൽ. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് images should be examined and identify whether they are concrete, sensuous, symbolic, auditory, visual, etc. Next step, we have to identify the rhyme scheme. അതിൻ്റെ rhythm എന്താണ്, rhyme scheme എന്താണെന്ന് പരിശോധിക്കണം. ആൻഡ് ദ ഡിവൈസസ് യൂസ്ഡ് ലൈക്ക് alliteration, assonance, ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. ദെൻ ഐഡൻറ്റിഫൈ ദ ടോൺ ഓഫ് ദ പോം. ഇറ്റ് മേ ബി പേഴ്സണൽ, സീരിയസ്, ഫോമൽ, അങ്ങനെ എന്തുമാകാം. Then you have to give your observations on the structural unity and final judgment of the poem. ഇനി നമുക്ക് എനി വുമൺ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു രീതിയിൽ എനി വുമൺ എന്ന പോയം എങ്ങനെ ക്രിയാത്മകമായി ആസ്വദിക്കാം എന്ന് നോക്കാം. അതിന് ചെറിയൊരു നട്ട്ഷെല്ലിൽ ഷാൽ വി ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു ദാറ്റ് എനി വുമൺ. വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് എനി വുമൺ, ദ പോം എനി വുമൺ. നൗ പ്ലീസ് ലിസൺ ടു the structure, the thematic and structural devices of the poem. The poem is in the form of a dramatic monologue and it is highly personal and confessional in its tone. This poem comprises of 6 stanzas of 4 lines and the poet employs the rhyme scheme ABAB and the diction is natural but elegant. The abundant use of poetic devices like metaphor and personification makes the poem more appealing and thought-provoking. The poem opens by introducing the central metaphor of the house. The mother says that I am the pillars of the house, I am the keystone of the arch, I am the fire upon the hearth, I am the light of the good sun, I am the light of the love alive. അങ്ങനെ കുറേ മെറ്റഫറുകളോടുകൂടിയാണ് ആ കവിത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനി വുമൺ എന്ന കവിത എഴുതിയത് ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ? കാതറിൻ ടിനാൻ. Images of pain and suffering abound in Any Woman. The pillars that bear the weight, the keystone that bears the tension, the fire that burns itself, the knot of the ring that is twisted by force, and the mother bird that sheds its soft feathers underline the selfless suffering that motherhood involves. അങ്ങനെ ഒരു അമ്മ എങ്ങനെയാണോ കുടുംബത്തിന് വിളക്കായി മാറുന്നത്, അല്ലെങ്കിൽ താങ്ങായി മാറുന്നത്, അല്ലെങ്കിൽ തണലായി മാറുന്നത്, തൻ്റെ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്, തൻ്റെ മക്കൾക്ക് വേണ്ടി സർവ്വവും ത്യജിക്കുന്നത് എങ്ങനെയാണ്, അതെല്ലാം വളരെ നല്ല മെറ്റഫറുകളിലൂടെ, വളരെ കാമ്പുള്ള, വളരെ ഹൃദയസ്പർശിയായ കുറേ ഇമേജുകളിലൂടെ അവതരിപ്പിക്കുകയാണ് കാതറിൻ ടിനാൻ. അപ്പോൾ അതെല്ലാം അതിൻ്റെ തീം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു അമ്മയുടെ അവസ്ഥകളെക്കുറിച്ചാണ്. ദ തീം ഓഫ് ദ പോം is the selfless love and sacrifice on the part of women to hold her family together. തൻ്റെ കുടുംബത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്തുന്നതിന്
ഒരു സ്ത്രീ എത്രത്തോളം നിസ്വാർത്ഥമായും ആത്മാർത്ഥമായും എല്ലാം ത്യജിക്കുന്നു എന്നതിൻ്റെ ഒരു ദീപ്തമായ ബിംബമാണ് ആ കവിതയിലൂടെ കാതറിൻ ഡിനാൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീം നമ്മൾ തുടങ്ങിക്കൊണ്ട് ആ തീമിന് ശേഷം ഘടനയെക്കുറിച്ചും എല്ലാം വിശദമായി സംസാരിക്കേണ്ടതുണ്ട്, വിശദമായി നമ്മൾ എഴുതേണ്ടതുണ്ട്. നമ്മുടെ ചോദ്യപേപ്പറിൽ, നമ്മുടെ ഉത്തരക്കടലാസിൽ നമ്മൾ എഴുതേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ കവിത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കവിതയുമായിട്ട് നമുക്കതിനൊരു സാമ്യം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റെഫറൻസും നമുക്ക് കൊടുക്കാം. ഇവിടെ ഈ പറഞ്ഞ എനി വുമൺ എന്നുള്ള കവിത, ഇറ്റ് ഹാസ് എ ക്ലോസ് കണക്ഷൻ വിത്ത് ദാറ്റ് ഓഫ് നിസീം ഇസിക്കേൽസ് പോം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ദാറ്റ് ഓൾസോ എൻഡേഴ്സ് വിത്ത് എ പ്രയർ, താങ്ക് ഗോഡ് ഇറ്റ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. സ്കോർപ്പിയോൺ തൻ്റെ മക്കളെ, ആ തേള് തൻ്റെ കുഞ്ഞുങ്ങളെ സ്പെയർ ചെയ്തല്ലോ, ഒഴിവാക്കിയല്ലോ എന്നുള്ള നന്ദി സൂചകമായ പ്രാർത്ഥനയോടുകൂടിയാണ് നിസീം ഇസിക്കേലിൻ്റെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോണിൽ അമ്മ അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എനി വുമണിലും നമുക്ക് കാണാൻ പറ്റും. ദ poem ends with the prayer, thou whom a woman laid in a manger, take me not till the children grow. എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവുന്നിടത്തോളം എനിക്ക് നീ ജീവനിടണേ, എന്നെ നീ എടുത്തേക്കരുതേ, എന്നെ നിന്നിലേക്ക് വിളിക്കരുതേ എന്നുള്ള വളരെ ശക്തമായ താണുകേണുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ അമ്മ തൻ്റെ പ്രസ്താവനകൾ, കുടുംബത്തിന് തൻ്റെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നത്. എനി വുമൻ്റെ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? ഈവൻ ദോ ദ പോം ബിഗിൻസ് വിത്ത് ആൻ അസേർഷൻ, ഇറ്റ് എൻഡ്സ് വിത്ത് എ പാഷനേറ്റ് പ്രയർ. ഇറ്റ് പ്രസൻറ്റ്സ് ദ സാക്രിഫൈസസ് ഈച്ച് ആൻഡ് എവ്രി വുമൺ അണ്ടർഗോ ഇൻ ഓർഡർ ടു നർച്ചർ ദെയർ ചിൽഡ്രൻ ആൻഡ് സസ്റ്റെയിൻ ദെയർ ഫാമിലി. അങ്ങനെ ഇത് ഒരു ചെറിയൊരു നട്ഷലിൽ എനി വുമൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ നിങ്ങൾ കേട്ടിരിക്കുകയാണ്. അത് കേട്ടുവല്ലോ, അത് മനസ്സിലാക്കിയല്ലോ. ഇതുപോലെ തന്നെയായിരിക്കണം ഒരു ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ, അതിൻ്റെ തീമാറ്റിക് അനാലിസിസ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഫൈനലി ഒരു കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ, തീമാറ്റിക് അനാലിസിസ്, സ്ട്രക്ചറൽ അനാലിസിസ്, ദെൻ ഇൻ്റർടെക്സ്ച്വാലിറ്റി. മറ്റേതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു കവിതയുമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതും എഴുതിക്കൊണ്ട് അവസാനം നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ വന്നെത്താം. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ആൻസർ വളരെ ഭദ്രമായി, വളരെ വ്യക്തമായി, ശക്തമായി, കൃത്യമായി നിങ്ങൾക്ക് ആ 8 മാർക്കിൽ ഏറിയ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എനി വുമൺ കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കഥ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആ കഥ? മാച്ച് ബോക്സ്. നമുക്കത് നോക്കാം. മാച്ച് ബോക്സ്, ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറി നമുക്കൊന്ന് ഓർത്ത് നോക്കാം എന്താണതെന്ന്. ആശാപൂർണ ദേവിയുടെ ഈ കഥ ഒരു സമ്പന്ന ഗ്രഹത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഭാര്യയായ നോമിത ഭർത്താവായ അജിത്തിൻ്റെ വസ്ത്രങ്ങൾ കഴുകാൻ അലക്കുകാരന് കൊടുക്കാൻ എടുക്കുമ്പോൾ ഒരു ചുരുട്ടിക്കൂട്ടിയ കത്ത് അയാളുടെ പോക്കറ്റിൽ നിന്നും കണ്ടെടുക്കുന്നു. അത് തനിക്ക് തൻ്റെ അമ്മ എഴുതിയ കത്താണെന്നും അത് 3 ദിവസം മുമ്പ് എത്തിയതാണെന്നും അവൾ മനസ്സിലാക്കുന്നു. കത്ത് വായിച്ചു നോക്കിയ നോമിത തൻ്റെ അമ്മയുടെ സ്ഥിരം ധനാഭ്യർത്ഥനയാണ് ആ കത്തിലുള്ളതെന്ന് അറിയുന്നു. അമ്മയുടെ കത്ത് വരുമ്പോൾ തനിക്ക് തരാറില്ലെന്നും തൻ്റെ ഇടിഞ്ഞു വീഴാറായ വീട് ശരിയാക്കാനുള്ള പണം ആവശ്യപ്പെടാൻ മാത്രമാണ് അവർ കത്ത് എഴുതുന്നതെന്നും അജിത്ത് കളിയാക്കാറുള്ളത് അവൾ ഓർക്കുന്നു. എന്നാൽ അവളുടെ ഗ്രാമത്തിൽ അജിത്തിന് ദാനശീലനെന്നും വിശാല ഹൃദയനെന്നുമുള്ള ഖ്യാതിയാണുള്ളത്. കുളി കഴിഞ്ഞിറങ്ങി വന്ന അജിത്തുമായി നോമിത കലഹിക്കുന്നു. വഴക്കിനിടയിൽ അവൾക്ക് വല്ല പ്രേമലേഖനവും വന്നതാണോ എന്നറിയാനാണ് കത്ത് വായിച്ചതെന്ന് അജിത്ത് പറഞ്ഞത് അവളിൽ ദേഷ്യമുണ്ടാക്കുന്നു. അവളെ ഒരു ചാണകം വാരുന്ന ആളുടെ മകൾ എന്നിടയ്ക്ക് അയാൾ അഭിസംബോധന ചെയ്യുന്നു. ഇതോടെ ഗോപാന്തയായ നോമിത അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരാമെന്ന് അറിയിച്ചുകൊണ്ട് തൻ്റെ വിലയേറിയ പട്ടുസാരിയുടെ മുന്താണി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുന്നു. അജിത് സമയോചിതമായി ഇടപെട്ട് തീ കെടുത്തുന്നു. പിന്നീട് അടുക്കളയിൽ പോയ നോമിത തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ കത്തിയ മുന്താണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് കത്തുന്ന അടുപ്പിൽ നിന്ന് പാത്രമിറക്കുമ്പോൾ കത്തിപ്പിടിച്ചതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നു. ആശാപൂർണ ദേവി കഥ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും സ്ത്രീകളെ തീപ്പെട്ടിക്കൂടിനോട് ഉപമിച്ചുകൊണ്ടാണ്. ഒരു 100 ലങ്കകൾ ദഹിപ്പിക്കാനുള്ള കഴിവുള്ള വെടിമരുന്ന് അതിലുണ്ടെങ്കിലും തീപ്പെട്ടിക്കൂട് എവിടെയും സൂക്ഷിക്കാം. അതുപോലെ പുരുഷന്മാരുടെ മുഖമൂടികൾ കത്തിക്കാതെ സ്ത്രീകൾ വളരെ വിനീത വിധേയരായി നിൽക്കുന്നു. അത് പുരുഷന്മാർക്കും അറിയാം. ഇങ്ങനെയാണ് ആശാപൂർണാദേവി, ബംഗാളി നോവലിസ്റ്റായ ജ്ഞാനപീഠ ജേതാവായ ആശാപൂർണാദേവി ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മാച്ച് ബോക്സ്, തീപ്പെട്ടി എന്ന ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ കഥ ഓർമ്മ വന്നിട്ടുണ്ടല്ലോ. ശരിയെങ്കിൽ നൗ വി ഷാൽ മൂവ് ഓൺ ടു അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സ്. നിങ്ങളിപ്പോൾ കേട്ടത് ഒരു വിവരണമാണ് അല്ലേ, ഒരു നറേഷനാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം വിവരണമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം വിവരിക്കുന്നത്?
നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ കാര്യം പറയുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് നറേറ്റ് ചെയ്യുന്നത്, വിവരിക്കുന്നത്? അത് തീർച്ചയായിട്ടും വരുന്നൊരു ചോദ്യമാണ്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആൻഡ് തേർഡ് പേഴ്സൺ നറേഷൻ. You will get 4 to 6 marks. This question carries 4 to 6 marks. So, shouldn't avoid it. Please read it. Let us look how we can go through such a question, how we can address such a question, how we can answer to such a question. The narration in which the pronoun I is used is the first person narration, and the narration in which the pronoun he or she or they is used is the third person narration. I എന്ന് ഉപയോഗിച്ചാൽ ഫസ്റ്റ് പേഴ്സണും he അല്ലെങ്കിൽ she അല്ലെങ്കിൽ they എന്നുള്ള പ്രൊനൗൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ നറേറ്റീവ് ആയി മാറും. ഇനി നമ്മളിപ്പോൾ കേട്ട കഥ, മലയാളത്തിൽ നമ്മളിപ്പോൾ ആശാപൂർണ ദേവിയുടെ തീപ്പെട്ടി എന്ന കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അത് നോമിത എന്ന ആ നായികയുടെ ശബ്ദത്തിൽ അല്ലെങ്കിൽ നായികയുടെ വാക്കുകളിലൂടെ നമുക്ക് ആ കഥയൊന്ന് കേട്ട് നോക്കിയാൽ എങ്ങനെയിരിക്കും? ഓക്കെ, സോ ഹൗ വി ഷാൽ ഗെറ്റ് ദ സ്റ്റോറി ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. സോ ലെറ്റ്സ് ലിസൺ. ഒന്ന് കേട്ട് നോക്കൂ. നോമിത പറയുന്നത് എങ്ങനെയായിരിക്കും? I am Nomida. I was married to a rich man, Ajit. One day, I was about to hand over my husband's dirty clothes to the washerman. I found a crumpled letter from the pocket of Ajit's shirt. I realized that the letter was written by my mother. I knew that the letter reached there 3 days ago. I read the letter. I understood that, as usual, it was my mother's request for money. My mother wanted money to repair her old cracked roof. I recalled that my husband Ajit would always open her letter. അപ്പോൾ ഇങ്ങനെ ഐ എന്ന പേഴ്സണൽ പ്രൊനൗൺ ഉപയോഗിച്ചുകൊണ്ടാണ് നോമിത തൻ്റെ കഥ സ്വയം വിവരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹൗ ക്യാൻ വി ചേഞ്ച് ഇറ്റ് ഇൻ ടു എ തേർഡ് പേഴ്സൺ നറേഷൻ? I told you already that this I, the pronoun I, should be converted into the third person, he or she. We have found that this is Nomida. Nomida is she, not he. Nomida എന്ന് പറയുമ്പോൾ നോമിതയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊനൗൺ ഷീ ആണ്. അപ്പോൾ നോമിത ഈ കഥ കേൾക്കുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ പുറത്ത് കാണുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ആ കഥ വിവരിക്കുന്നത്? തേർഡ് പേഴ്സൺ നറേഷൻ, മറ്റൊരാളുടെ കണ്ണിലൂടെ നോമിത പറഞ്ഞ കഥയെ നമുക്കൊന്ന് തിരുത്തി വായിച്ചു നോക്കാം. ഓക്കെ. നോമിത വാസ് മാരീഡ് ടു എ റിച്ച് മാൻ, അജിത്. വൺ ഡേ she was about to hand over her husband's dirty clothes to the washerman. She found a crumpled letter from the pocket of Ajit's shirt. She realized that the letter was written by her mother. She knew that the letter reached there 3 days ago. She read the letter. She understood that, as usual, it was her mother's request for money. Her mother wanted money to repair her old cracked roof. She recalled that her husband Ajit would always open her letter. അപ്പോൾ ഇവിടെ ഐ എന്ന് പറഞ്ഞിടത്തെല്ലാം whenever you found I in the first person narration where Nomida narrated the incidents, we have seen that there it is used that he, that she, it is substituted by, that I is substituted by she. ഐക്ക് പകരം നമ്മൾ ചേർത്തിരിക്കുന്നത് ഷീ ആണ്. അപ്പോൾ നമ്മൾ നറേഷൻ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം വിവരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നറേഷനിലൂടെയും തേർഡ് പേഴ്സൺ നറേഷനിലൂടെയും എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട 4 തൊട്ട് 8 മാർക്ക് വരെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ റൈറ്റിംഗ്. ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന 2 other discourses are there. One is essay and the other one is write-up. So there are 3 discourses more or less similar: article, essay, write-up. And all these questions may carry 4 to 8 marks. 4 മുതൽ 8 മാർക്ക് വരെ ഈ 3 തരം ഡിസ്കോഴ്സിനും കിട്ടിയേക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ 7 ലെസൺസും 7 പാഠങ്ങളും ഓരോ ബേണിംഗ് ഇഷ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. ഓരോരോ പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നത്, ഓരോരോ ഇഷ്യൂസാണ്. നമ്മൾ ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ലെസൺസ് എല്ലാം പോകുന്നത്. അതിലേത് ഇഷ്യൂവിനെ കുറിച്ച് വേണമെങ്കിലും നമ്മളോട് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ അല്ലെങ്കിൽ റൈറ്റപ്പ്, ഇതിലേത് വേണമെങ്കിലും എഴുതാൻ ആവശ്യപ്പെടാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്.
ഒരു ആർട്ടിക്കിളിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വി ഷുഡ് ബിഗിൻ വിത്ത് എ ടൈറ്റിൽ. ഒരു ആർട്ടിക്കിളാണ്, അതിന് നല്ലൊരു ടൈറ്റിൽ കൊടുത്തിരിക്കണം. ഗിവ് ദ ടൈറ്റിൽ വിച്ച് ഷോസ് ദ തീം ഓഫ് ദ ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളിൻ്റെ തീം എന്താണോ അത് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. ദ ടോപ്പിക് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് എ പോയിൻറ്റഡ് ടു ദാറ്റ് ടൈറ്റിൽ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ ഒരു ടോപ്പിക്ക് കാണും. ആ ടോപ്പിക്ക് തന്നെ നിങ്ങളുടെ ടൈറ്റിലേക്ക് ഉള്ളൊരു ചൂണ്ടുപലകയായിട്ട് മാറണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം. പ്ലീസ് ലിസൺ. റൈറ്റ് ആൻ ആർട്ടിക്കിൾ ഓൺ ദ പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ ഹൗസ് വൈഫ് ആസ് റിവീൽഡ് ത്രൂ ദ ക്യാരക്ടർ ഓഫ് നോമിത ഇൻ ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നോമിതയുടെ ക്യാരക്ടറിലൂടെ വെളിവാക്കപ്പെടുന്ന ഇന്ത്യൻ സ്ത്രീയുടെ, ഇന്ത്യൻ വീടുകളിലെ ഭാര്യമാരുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് ആ ചോദ്യം ആവശ്യപ്പെടുന്നത്. അതിന് ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ പ്ലൈറ്റ് ഓഫ് ഇന്ത്യൻ ഹൗസ് വൈഫാണ്. നമുക്ക് ഇന്ത്യൻ വുമൺ വീപ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ വിമൻ വീപ്പ്, ഇന്ത്യൻ സ്ത്രീകൾ കരയുന്നു എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്താൽ വളരെ ആപ്റ്റല്ലേ, വളരെ കൃത്യമല്ലേ? So we shall resort to such titles from the topic itself. In the question paper, your question paper contains that topic and you can use that very question to write your title. And then after the title, we shall go on to do the byline. ടൈറ്റിൽ കഴിഞ്ഞാൽ ഉടനെ വരുന്നത് ബൈലൈൻ ആണ്. ബൈലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആർട്ടിക്കിളിൻ്റെ ഓതർ ആരാണ്, അതായത് ആ ഓതറിൻ്റെ പേര് എഴുതുന്നതിനാണ്. ആ ഓതറിൻ്റെ പേരിനാണ് ബൈലൈൻ എന്ന് പറയുന്നത്. ടൈറ്റിലിന് താഴെയായിട്ട് നിങ്ങൾ ബൈലൈൻ എഴുതുക. നിങ്ങളൊരു ഇമാജിനറി പേര്, നിങ്ങളൊരു സാങ്കല്പിക പേരാണ് എഴുതേണ്ടത്. സ്വന്തം പേര് എഴുതി വെക്കരുത്. പരീക്ഷയ്ക്ക് വരുമ്പോൾ, അതായത് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിവാക്കാൻ പാടില്ല, നിങ്ങൾ ആരാണെന്നുള്ളത് വെളിവാക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഒരു ഇമാജിനറി നെയിം നിങ്ങൾ എഴുതിയിരിക്കണം. അത് കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദർ? ഇൻട്രൊഡക്ഷൻ. പിന്നെ ഒരു ആമുഖമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും, ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവറിത്തിങ്, ഈവൻ എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഓൾസോ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ഇൻട്രൊഡക്ഷൻ. ഇഫ് ഇറ്റ് ഇസ് എ പാരഗ്രാഫ്, ഈവൻ വൺ സെൻറ്റൻസ് വിൽ ഡു ദ ഇഫക്റ്റ് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ്, ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ടോപ്പിക്. ആ ടോപ്പിക് ഡെവലപ്പ് ചെയ്യുന്നതിന് വി ക്യാൻ യൂസ് ആർട്ടിക്കിളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പ്രൗഢഗംഭീരമായ ലേഖനമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കൊണ്ട് നമ്മൾ അതിനെ അലങ്കരിക്കാം? വി ക്യാൻ റിസോർട്ട് ടു, വി ക്യാൻ റിലൈ അപ്പോൺ, ഓർ വി ക്യാൻ യൂസ് ഫാക്ട്സ്, കൊട്ടേഷൻസ്, ഫിഗേഴ്സ്. നമുക്ക് സ്ഥിതിവിവര കണക്കുകളും വസ്തുതകളും ഉദ്ധരണികളും എല്ലാം ഉപയോഗിക്കാം. ഡിസ്കസ് ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇതെല്ലാം നമ്മളൊരു ഓർഡറിൽ നമുക്കതിനകത്ത് എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിലേക്ക് പോകണം? സം അപ്പ്. അതെല്ലാം ഒരുമിപ്പിച്ച്, അതെല്ലാം കൂടെ ചുരുക്കി ഒരു സമ്മപ്പ് കൊടുക്കണം. വി ഹാവ് ടു സമറൈസ് അവർ ഐഡിയാസ് വിത്ത് അവർ കമൻസ്, സജഷൻസ്, റെക്കമെൻഡേഷൻസ് എക്സെട്ര. നമ്മുടെ സ്വന്തം നിരൂപണങ്ങളും നമ്മുടെ സ്വന്തം നിർദ്ദേശങ്ങളും നമ്മുടെ സ്വന്തം റെക്കമെൻഡേഷൻസ്, നമ്മൾ എന്തൊക്കെയാണോ ശുപാർശ ചെയ്യുന്നത്, അതെല്ലാം അവസാനം സമ്മപ്പ് ചെയ്തൊരു പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. അതും കഴിഞ്ഞിട്ടാണ് കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷൻ, ഇഫ് ദർ ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ, ദർ ഷുഡ് ബി എ കൺക്ലൂഷൻ. ആൻഡ് ഈവൻ എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഓൾസോ, ഈവൻ യുവർ പാരഗ്രാഫ് ആൻസർ, ഈവൻ ഇഫ് ദ ആൻസർ ഇസ് എ പാരഗ്രാഫ്, ദാറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ കൺക്ലൂഡ് യുവർ ആർട്ടിക്കിൾ വിത്ത്, എങ്ങനെയാണ് നിങ്ങളുടെ ആർട്ടിക്കിൾ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്? വിത്ത് ഹോപ്പ്, വാർണിംഗ്, അപ്പീൽ, കോൾ ഫോർ ആക്ഷൻ. പ്രതീക്ഷയോടുകൂടി, ഒരു താക്കീതോടുകൂടി, അല്ലെങ്കിൽ ഒരു ഉദ്ബോധനത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾ അവസാനിപ്പിക്കാം. ഇനിയും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ആർട്ടിക്കിളും എസ്സേയും റൈറ്റപ്പും, ഇത് മൂന്നും ഏകദേശം ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ കേട്ടതാണ്. ആർട്ടിക്കിളും എസ്സേയും റൈറ്റപ്പും ഏതാണ്ട് ഒരേ, they are more or less similar in nature, but there are subtle differences among these three. So we shall examine what are the differences among these three. നമുക്കതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് നോക്കാം. ആർട്ടിക്കിൾ, അതിനൊരു ബൈലൈൻ നിർബന്ധമാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് കമ്പൽസറി ഫോർ ആൻ എസ്സേ ആൻഡ് റൈറ്റപ്പ്. ഇൻ യുവർ ആൻസർ പേപ്പർ യു നീഡിൻറ്റ് റൈറ്റ് ദ ബൈലൈൻ, ദ നെയിം ഓഫ് ദ ഓതർ ഇൻ എസ്സേ ആൻഡ് റൈറ്റപ്പ്. റൈറ്റപ്പിനും എസ്സേക്കും ബൈലൈൻ നിർബന്ധമില്ല. ഇനി ആർട്ടിക്കിൾ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഗംഭീരമാണ്, പ്രൗഢഗംഭീരമാണ്. ഇറ്റ്സ് മോർ അക്കാഡമിക്. എസ്സേയും മോർ അക്കാഡമിക് ആണ്. പക്ഷേ റൈറ്റപ്പ് കൂടുതലും പേഴ്സണലാണ്, വ്യക്തിനിഷ്ഠമായിരിക്കും അത്. ആർട്ടിക്കിളിനകത്ത് ഒരുപാട് വസ്തുതകളും വിവരണങ്ങളും ഉദ്ധരണികളും കാണും, എസ്സേയിലും കാണും. പക്ഷേ റൈറ്റപ്പിൽ അതിൻ്റെ നിങ്ങളുടെ സ്വന്തമാണ് റൈറ്റപ്പ്, പേഴ്സണൽ ഒബ്സർവേഷൻസ് ആണ്. നിങ്ങളുടെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ എന്തെല്ലാം പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും? ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും?
ഇൻ മൈ പേഴ്സണൽ വ്യൂ, ഐ തിങ്ക്, ഐ ഫീൽ, അങ്ങനെയുള്ള എക്സ്പ്രഷൻസോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റപ്പ് ഇടയ്ക്കിടയ്ക്ക് റൈറ്റപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആർട്ടിക്കിൾ, എസ്സേ എന്നിവ കുറച്ച് നീളം കൂടിയതാണ്. പക്ഷേ റൈറ്റപ്പ് ഷോർട്ടർ ലെങ്ത് ആണ്. നിങ്ങൾക്ക് എത്ര മാർക്കിനാണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് അത് ലെങ്ത് കുറച്ച് എഴുതാം. ആർട്ടിക്കിൾ ആൻഡ് എസ്സേ ദേ ആർ മോർ ആക്കഡമിക്, കൂടുതൽ അക്കാദമികമായ നിലവാരം പുലർത്തുന്നതായതുകൊണ്ട് ഡെഫിനറ്റ്ലി ദീസ് ടു ഷുഡ് കണ്ടെയ്ൻ ഹൈ സീരിയസ്നെസ്, വളരെ ഗൗരവതരമായിരിക്കണം. ബട്ട് ഇൻ എ റൈറ്റപ്പ് യു ക്യാൻ ബി ആസ് ഫ്രീ ആസ് ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓഫ് ലൈറ്റർ സ്റ്റൈൽ. അത് വളരെ ലഘുവായ സ്റ്റൈലിൽ നിങ്ങൾക്ക് റൈറ്റപ്പ് എഴുതാൻ പറ്റുന്നതാണ്. ഇനിയും അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. എങ്ങനെയാണത്? അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങളോട് അതിന് അനുകൂലമായും പ്രതികൂലമായും ആർഗ്യുമെൻറ്റ്സ് എഴുതാൻ ആവശ്യപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പവുമാണ് നിങ്ങൾക്ക് എഴുതാൻ. കാരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. 2 തൊട്ട് 4 മാർക്ക് വരെ എത്രയാണോ ആർഗ്യുമെൻറ്റ്സ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയും ആർഗ്യുമെൻറ്റ്സ് എഴുതുക, അത്രയും മാത്രം എഴുതുക. ഒന്നിന് താഴെ ഒന്നായിട്ട് 4 ആർഗ്യുമെൻറ്റ്സാണ് എഴുതാൻ പറയുന്നതെങ്കിൽ ഒന്നിന് താഴെ ഒന്നായിട്ട് 4 ആർഗ്യുമെൻറ്റ്സ് എഴുതുക. ഞാനൊരു ചോദ്യം വായിക്കാം. പ്ലീസ് ലിസൺ. In the short story Matchbox, you have seen the quarrel between Nomita and Ajit. The reason was her financial dependence on her husband. After enjoying the story, your class conducts a debate on the topic, a family functions smooth when women become economically independent. Write 2 points each for and against this statement. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതുക? ഒന്നിന് താഴെ ഒന്നായിട്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എഴുതണം എന്നാണ്. അപ്പോൾ അനുകൂലമായി 2 പോയിൻ്റ് എഴുതണം, പ്രതികൂലമായി 2 പോയിൻ്റ് എഴുതണം. അങ്ങനെ 4 പോയിൻ്റ് ടോട്ടൽ എഴുതി കഴിയുമ്പോൾ യു വിൽ ബി അവോർഡഡ് വിത്ത് 4 മാർക്സ് ഇഫ് ഇറ്റ് ഈസ് എറർ ഫ്രീ. തെറ്റില്ലാതെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4 മാർക്കും കിട്ടും, വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം ഒന്ന് പരിശോധിക്കാം. വിമൻ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഫാമിലി ബജറ്റ്. വിമൻ ക്യാൻ സ്പെൻഡ് ഓൺ ദ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ. ഇനിയും പ്രതികൂലമായിട്ട് എന്തെഴുതാം? ഫിനാൻഷ്യൽ ഫ്രീഡം മേക്സ് വിമൻ പ്രൗഡ് ആൻഡ് ആരഗൻറ്റ്. വിമൻ മേ സ്പെൻഡ് മണി ഓൺ ലക്ഷൂറിയസ് ഐറ്റംസ് ആൻഡ് ദിസ് ക്യാൻ കോസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ ഫാമിലി. ആർഗ്യുമെൻ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്, ബ്രീഫ്, ക്ലിയർ ആൻഡ് ക്രിസ്പ്. വലിച്ചു വാരി ഒന്നും എഴുതണ്ട, ഒരു പാരഗ്രാഫ് ഒന്നും എഴുതണ്ട, ഒരൊറ്റ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കാം. ആ 4 സെൻറ്റൻസ് എഴുതി കഴിയുമ്പോൾ 4 മാർക്കും നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനി അടുത്തത് നമുക്കൊരു പാനൽ ഡിസ്കഷനിലേക്ക് കടന്നാലോ? പാനൽ ചർച്ച. ചാനൽ ചർച്ചകൾ നമ്മൾ ധാരാളം ടി വിയിൽ നമ്മൾ കാണാറുണ്ട്, പല ചാനലുകളിലായിട്ട് പല ചർച്ചകളും കാണാറുണ്ട്. ഈ ചാനൽ ചർച്ച പോലെ തന്നെയാണ് അതിനകത്ത് കാണുന്ന പലതും പാനൽ ചർച്ചകളാണ്. അപ്പോൾ നമുക്ക് പാനൽ ഡിസ്കഷൻ എന്താണെന്ന് നോക്കാം. ഒരു കൂട്ടം വിദഗ്ധരും ഒരു കൂട്ടം കാണികളും ചേർന്ന് ഒരു വിഷയത്തെക്കുറിച്ച്, വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ദി ഡിസ്കസ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. That is panel discussion. An expert and a group of audience. A group of experts and audience together discuss on a topic, and that is panel discussion. നമുക്ക് ഒരു ടോപ്പിക്ക് നോക്കിയാലോ? സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ ഹൊറഗല്ലൂസ് ഇൻ മോഡേൺ വേൾഡ്. നമ്മൾ പഠിച്ചതാണ് ഹൊറഗല്ലു, സുധാമൂർത്തിയുടെ പ്രസിദ്ധയായ സോഷ്യൽ ആക്ടിവിസ്റ്റ് സുധാമൂർത്തിയുടെ ഹൊറഗല്ലു എന്ന അനക്ഡോട്ട്, ഒരു സംഭവകഥ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ ഹൊറഗല്ലൂസ് ഇൻ മോഡേൺ വേൾഡ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തൊരു പാനലിസ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും തുടങ്ങുക? എ വാം ഗുഡ് മോർണിംഗ് ടു ദി എൻറ്റയർ ടീം. Thank you, sir, to give me an opportunity to talk on this relevant topic. First of all, let me define what a horogallu is. Literally, it means a stone that can bear weight, and you might have seen such stone benches under banyan trees so the travelers can unburden their loads, sit, chat, rest, and continue their journey. Well, in her anecdote, Sudhamurti says about 2 human horogallus she has seen in her life. One is her grandfather, a retired schoolmaster who used to listen to the villagers. This practice eased their burden and refreshed them. Another one is Ratna, one of her colleagues who also found time to listen to others' problems. She would listen with patience, affection and sympathy. Thus she helped to release their pain and to get relaxed.
The incidents narrated by Sudhamurthy show us that such human horrorgalloos are essential in our journey. In life, we carry heavy burdens of stress and strain. These little acts of kindness help us regain our strength and restart our life, which is also a journey. Thank you all. As any other discourse, this too has a pattern, right? ഇത് മറ്റേതൊരു ഡിസ്കോഴ്സിനെ പോലെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലായോ? എ പാനൽ ഡിസ്കഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ്. അത് കഴിഞ്ഞൊരു നോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. അതായത് ഐ താങ്ക് സർ ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ആസ് ദ ഫസ്റ്റ് പാനലിസ്റ്റ് ഹിയർ. അതൊരു നോട്ട് ഓഫ് താങ്ക്സ് ആണ്. അത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഹൊറഗല്ലു എന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുക. സുധാമൂർത്തി സെസ് അബൌട്ട് 2 human horrorgalloos she has seen in her life എന്ന് പറഞ്ഞു വരുന്നിടത്ത് കോണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അവസാനം ഒരു കൺക്ലൂഷനിലൂടെ ആണ് പാനലിസ്റ്റ് അവിടെ അവസാനിപ്പിക്കുന്നത്. ദീസ് ലിറ്റിൽ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ഹെൽപ്പ് us regain our strength എന്നൊക്കെ പറഞ്ഞു വരുന്നിടത്ത് ഒരു കൺക്ലൂഷൻ നമുക്ക് കാണാം. ഇനിയും സുധാമൂർത്തി ഒരുപാട് 60-ലേറെ കഥകളും ടെക്നിക്കൽ ബുക്സും നോൺ ഫിക്ഷനും ഒക്കെ എഴുതിയ ആളാണ്. അപ്പോൾ സുധാമൂർത്തിയുടെ കുറേ പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു പെട്ടാൽ, നമ്മളൊരു ലൈബ്രറിയിലേക്ക് കിടക്കുന്നു അല്ലെങ്കിൽ ഒരു പുസ്തകക്കടയിലേക്ക് കിടക്കുന്നു, സുധാമൂർത്തിയുടെ കളക്ഷൻ എല്ലാം ഉണ്ട് അവിടെ. നമ്മൾ എങ്ങനെയാണ്, ഹൗ ക്യാൻ വി പിക്ക് ആൻഡ് ചൂസ്, ഹൗ ക്യാൻ വി ചൂസ് വൺ ഓഫ് അവർ ടേസ്റ്റ് ഫ്രം ദിസ് കളക്ഷൻ ഓഫ് സുധാമൂർത്തി? എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? നമ്മൾ എല്ലാം ഒന്നും വായിച്ച് നോക്കിയെടുക്കാൻ പറ്റില്ല, നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് ആദ്യത്തെ ലൈനുകളെല്ലാം, ആദ്യത്തെ പേജുകളൊന്നും വായിച്ചു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല നമ്മളൊരു പുസ്തക ഷോപ്പിൽ പോയാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പുസ്തകം എടുക്കുന്നു, അതിൻ്റെ പുറം ചട്ട നോക്കുന്നു, ഏറ്റവും അവസാനത്തെ ബാക്ക് കവർ നോക്കുന്നു. ആ ബാക്ക് കവർ നോക്കിയതിന് ശേഷം നമുക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റ്ലി വി ഗിവ് മണി, വി ബൈ ദ ബുക്ക്, അല്ലേ? നമുക്ക് ആ ഷോപ്പ് നമുക്കിത് വന്ന് കൂടിയേ പറ്റൂ എന്ന് തോന്നുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, നമുക്ക് വാങ്ങുന്നു, വിലയ്ക്ക് വാങ്ങുന്നു. അതിനെന്താ പറയുന്നത്? ആ ബാക്ക് കവറിന്, ആ ബാക്ക് കവറിലുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നതിന് എന്താ പറയുന്നത്? ബ്ലർബ്, BLURB, ഒരു ബ്ലർബാണ്. ബ്ലർബ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അതിന് പുറം താൾ കുറിപ്പ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു ബ്ലർബ് എങ്ങനെ തുടങ്ങാം? ഇറ്റ് ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് വി ഹാവ് ടു മേക്ക് ഇറ്റ് മോർ അപ്പീലിംഗ് to urge the reader to buy and read it. അത് വാങ്ങിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. Then we have to include the positive remarks or quotes by other famous writers and media about the book. മറ്റുള്ളവർ എന്ത് പറഞ്ഞു ആ പുസ്തകത്തെക്കുറിച്ച്? ടൈംസ് ഓഫ് ഇന്ത്യ എന്ത് പറഞ്ഞു? ഫ്രണ്ട് ലൈൻ എന്ത് പറഞ്ഞു? അങ്ങനെയുള്ള വിശിഷ്ടരായ മറ്റു പല വ്യക്തികളും എന്ത് പറഞ്ഞു ആ പുസ്തകത്തെക്കുറിച്ച്? എനിക്ക് കൊള്ളാമല്ലോ, ഒന്ന് വാങ്ങിക്കാമല്ലോ എന്ന് നമുക്ക് തോന്നണം. എ ബ്രീഫ് പ്രൊഫൈൽ ആൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ റൈറ്റർ. ആ റൈറ്ററിൻ്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ കാണും, ഫോട്ടോഗ്രാഫ് കാണും. ആൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് അതർ വർക്ക്സ് ഓഫ് ദ റൈറ്റർ. ആ റൈറ്ററിൻ്റെ മറ്റു പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്കതിൽ കാണാം. ആൻഡ് എ ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക് സമറി ഓഫ് ദ ബുക്ക് വിതൗട്ട് ദ സസ്പെൻസ് സ്പോയിലർ. ഒരു സസ്പെൻസും അവസാനിപ്പിക്കാൻ, നമ്മുടെ സസ്പെൻസ് പിടിച്ചു നിർത്തുന്ന രീതിയിൽ ആ പ്രമേയത്തെ, ആ തീമിനെ ചെറുതായിട്ടൊന്ന് അവതരിപ്പിച്ചിരിക്കും. And the name of the publishers, names of cover design and cover photograph, all these shall be included in the blurb. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ബ്ലർബ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ബ്ലർബ് 4 തൊട്ട് 6 മാർക്കിന് വരെ വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ബ്ലർബ് 4 തൊട്ട് 6 മാർക്ക് വരെ വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി അടുത്തത് നമുക്ക് ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. പ്രൊഫൈൽ, എ ഷോർട്ട് ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഉദാഹരണത്തിന് നമ്മൾ അശ്വമേധം പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്, GS പ്രദീപ് സാറിൻ്റെ അശ്വമേധം പരിപാടി. അപ്പോൾ നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? അദ്ദേഹം നമ്മളൊരു ആളെ വിചാരിക്കുന്നു, അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിൻ്റെ എല്ലാം ഉത്തരമായിട്ട് അവസാനം അദ്ദേഹം അതാരാണെന്ന് കണ്ടുപിടിക്കുന്നു. ഈസ് ഹി അലൈവ്? ഈസ് ഹി ആൻ ഇന്ത്യൻ? ഈസ് ഹി എ സ്പോർട്സ് സ്റ്റാർ? വാസ് ഹി ബോൺ ഇൻ സച്ച് ആൻഡ് സച്ച് പ്ലേസ്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എന്തായിട്ടത് കാണാം? ഒരു വ്യക്തിയുടെ, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആയിരിക്കും അദ്ദേഹം ഈസ് ഹി എന്നുള്ള രീതി, അല്ലെങ്കിൽ ഈസ് ഷീ ആണോ എന്നുള്ള ചോദ്യങ്ങളിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രൊഫൈൽ. അതിനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പ്രൊഫൈൽ റൈറ്റിംഗ്. വി എക്സാമിൻ ദ ഹിൻസ് ആൻഡ്
അതായത് നിങ്ങൾക്ക് കുറച്ച് സൂചനകൾ തരുന്നു, ചെറിയ ചെറിയ സൂചനകൾ തരുന്നു. ആ വ്യക്തി ആരാണെന്ന് പറയും. ആ വ്യക്തി ആരാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കുറേ സൂചനകൾ തരുന്നത്. ആ സൂചനകളെയെല്ലാം വികസിപ്പിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതണം. 5 തൊട്ട് അല്ലെങ്കിൽ 4 തൊട്ട് 6 മാർക്ക് വരെ കിട്ടുന്ന ഒരു ചോദ്യമാണിത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഒരാളെ, വളരെ സ്ഥിരോത്സാഹിയായ ഒരു ഓൺട്രപ്രണറിനെ, ഒരു സംരംഭകനെ നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പരിചയപ്പെടുന്നുണ്ട്. ആരാണത്? ഇർഫാൻ ആലം. ഇർഫാൻ ആലത്തെക്കുറിച്ച് ഒരു പ്രൊഫൈൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൂചനകൾ തന്നാൽ അതെങ്ങനെ ഇരിക്കും? ബോൺ ഇൻ ബിഹാർ, ജോയിൻസ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി, സ്റ്റാർട്ട്സ് സ്റ്റോക്ക് ട്രേഡ് അനാലിസിസ്, ഫൗണ്ട്സ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് അറ്റ് 13, വിൻസ് ബിസിനസ് ബാസികർ, വേൾഡ് ബാങ്ക്സ് ഇന്നൊവേഷൻ അവാർഡ്സ്, Times of India recognizes him one among the top 30 youth icons of India, establishes Saman Foundation 2007. ഈ സൂചനകളിൽ കാണുന്ന പ്രത്യേകത എന്താണ്? വെറും സൂചനകൾ മാത്രമാണ്. പ്രസൻറ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അത് പാസ്റ്റ് ടെൻസിൽ കൊടുത്താൽ പോലും അതൊരിക്കലും ഒരു പൂർണ്ണമായ സെൻറ്റൻസ് അല്ല. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയൊന്ന് റീറൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇർഫാൻ ആലം വാസ് ബോൺ ഇൻ ബിഹാർ. He received his education from the most reputed Harvard University. He started stock trade analysis and founded a portfolio management when he was only 13. The remarkable achievement in his life was that he won the Business Bazigar and World Bank's Innovation Awards. The Times of India recognized him as one among the top youth icons of India. അപ്പോൾ ആ സൂചനകൾ ഡെവലപ്പ് ചെയ്തപ്പോൾ അത് ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിച്ചത്? പാസ്റ്റ് ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. ബോൺ ഇൻ ബിഹാർ എന്ന് തന്നതിനെ നമ്മൾ എങ്ങനെ മാറ്റി? ഇർഫാൻ ആലം വാസ് ബോൺ ഇൻ ബിഹാർ, ജോയിൻസ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് തിരുത്തി എഴുതിയത്? ഹി റിസീവ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ. ഹി റിസീവ്ഡ്, RECEIVED, ടെൻസിൻ്റെ ഫോമാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോമാണ്, അത് ചേർത്താണ് നമ്മൾ എഴുതിയത്. ഹി റിസീവ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി. സ്റ്റാർട്ട് സ്റ്റോക്ക് ട്രേഡ് അനാലിസിസ്, അതിനെ നമ്മൾ എങ്ങനെ മാറ്റി? ഹി സ്റ്റാർട്ടഡ് സ്റ്റോക്ക് ട്രേഡ് അനാലിസിസ്. സ്റ്റാർട്ടഡ്, STARTED, അങ്ങനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എഴുതാൻ പഠിച്ചു. അപ്പോൾ പ്രൊഫൈൽ എഴുതാനായിട്ട് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? തുടക്കം ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ആരാണോ? ഇർഫാൻ ആലം, ദി ഗ്രേറ്റ് ഓൺട്രപ്രണർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ടൈറ്റിൽ കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഹിൻസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതിന് പ്രിപ്പൊസിഷൻസ് കൊടുക്കാം. കൃത്യമായ പ്രിപ്പൊസിഷൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളതിനെ കണക്ട് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റാണ് ചേർക്കുന്നത്, കാരണം എല്ലാം പാസ്റ്റ് ഇവൻറ്റ്സ് ആണ്. ഒരു ജനറൽ ട്രൂത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇർഫാൻ ആലം ഈസ് ആൻ ഓൺട്രപ്രണർ എന്ന് പറയും. വാസ് ആൻ ഓൺട്രപ്രണർ അല്ല, ഇർഫാൻ ആലം ഈസ് ആൻ ഓൺട്രപ്രണർ എന്ന് പറയും. ഇർഫാൻ ആലം ഓൺട്രപ്രണർ, അങ്ങനെ ഒരു ഹിൻറ്റ് തന്നു കഴിഞ്ഞാൽ ഇർഫാൻ ആലം ഈസ് ആൻ ഓൺട്രപ്രണർ. ബാക്കി പണ്ട് നടന്ന സംഭവങ്ങൾ, ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മളൊരു പ്രൊഫൈൽ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇർഫാൻ ആലത്തിൻ്റെ ലെസൺ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? അത് എന്ത് തരം ഡിസ്കോഴ്സ് ആയിരുന്നു? അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് ഒരു മഹാനായ വ്യക്തി, നിങ്ങൾക്ക് ഒരു മഹാനായ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിക്കും? എന്ത് പ്രതികരണങ്ങൾ കൊടുക്കും? സോ dear children, you can surely expect such a question. You are before an honorable, a dignified, a dignitary, an honorable personality. And if such personality comes before you, what would be your questions? Write 4 questions and 4 responses to it. Or write 2 questions and write 2 responses to it. 2 തൊട്ട് 4 വരെ ഉള്ള മാർക്ക് കിട്ടാൻ പറ്റുന്ന 2 തൊട്ട് 4 വരെ ചോദ്യങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളും എഴുതാനായിരിക്കും ആവശ്യപ്പെടുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ 4 പ്രതികരണങ്ങളും 4 ചോദ്യങ്ങളും 4 പ്രതികരണങ്ങളുമാണ് എഴുതാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇറ്റ് വിൽ ഗോ അപ് ടു 8 മാർക്സ്. ഇതൊരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. 4 ചോദ്യങ്ങളും 4 പ്രതികരണങ്ങളുമാണെങ്കിൽ 8 മാർക്ക് സുഖമായി കിട്ടുന്നതാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്ലീസ് റൈറ്റ് ഇറ്റ് പാഷനേറ്റ്ലി. പാഷനേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒരുപാട് ദീർഘിപ്പിച്ച് എഴുതാനല്ല ആവശ്യപ്പെടുന്നത്. വളരെ കൃത്യമായി കൃത്യമായ ചോദ്യങ്ങളും കൃത്യമായ ഉത്തരങ്ങളും, അതായത് വളരെ നിങ്ങളുടെ ഹൃദയം ഇട്ടുകൊണ്ട് എഴുതുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പാഷനേറ്റ്ലി എന്ന് പറഞ്ഞപ്പോൾ. ഇഫ് യു മീറ്റ് ഇർഫാൻ ആലം, ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഇൻ്റർവ്യൂ ഇർഫാൻ ആലം, വാട്ട് വുഡ് ബി യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് വാട്ട് വുഡ് ബി യുവർ ആൻസർ? റൈറ്റ് 2 questions and 2 answers എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും നമുക്ക് ഒന്ന് നോക്കാം. മിസ്റ്റർ ഇർഫാൻ, you are
an internationally acclaimed entrepreneur. How did you succeed in your efforts? ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി അതിൻ്റെ ഉത്തരം എന്താകാം? ഇറ്റ് ഇസ് വിത്ത് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി ആൻഡ് വിൽ പവർ. മേക്ക് യുവർ പാഷൻ യുവർ കരിയർ. ഡു വാട്ട് എക്സൈറ്റ്സ് us ആൻഡ് സക്സസ് വിൽ ബി അവേഴ്സ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും, വളരെ ക്രിസ്പായ, ബ്രീഫായ, എന്നാൽ വളരെ കാമ്പുള്ള ചോദ്യം, കാമ്പുള്ള ഉത്തരവും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി അടുത്തത് നമുക്ക് ഒരു ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പരിശോധിക്കാം. ഇമെയിലിൻ്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളുടെയും ഇലക്ട്രോണിക് യുഗത്തിൻ്റെയും കാലമാണ്. അപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ തുടങ്ങുമ്പോൾ എങ്ങനെ വേണം? ആർക്കാണ്? ടു റെസിപ്പിയൻറ്റിൻ്റെ മെയിൽ ID ചേർക്കുക. ഇർഫാൻ ആലമിനുള്ള ഒരു ഇമെയിലാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ടു irfanalam@gmail.com. സബ്ജക്റ്റ് എന്താണോ സബ്ജക്റ്റ്, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സബ്ജക്റ്റ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. അതിലെന്തായിരിക്കണം എഴുതേണ്ടത്? റീസൺ ഫോർ റൈറ്റിംഗ് ദ ഇമെയിൽ. എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് റൈറ്റിംഗ് ദറ്റ് ഇമെയിൽ, അത് നിങ്ങൾ എഴുതിയിരിക്കണം. ദെൻ യു ഹാവ് ടു ഗ്രീറ്റ്, യു ഹാവ് ടു സല്യൂട്ട് ദി അഡ്രസ്സീ. ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അവരെ സല്യൂട്ട് ചെയ്യണം. ഡിയർ സർ, ഡിയർ മാഡം. എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യേണ്ട കേട്ടോ. എക്സാം ഹാളിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യേണ്ട. സല്യൂട്ടേഷൻ മീൻസ് എങ്ങനെയാണ് നിങ്ങൾ അവരെ, ആ മഹത്തായ വ്യക്തിത്വത്തിനുടമയായ ആളെ എങ്ങനെയാണ് നിങ്ങൾ സല്യൂട്ട് ചെയ്യുന്നത്, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം. ദിസ് വേരീസ് അക്കോർഡിംഗ് ടു ദ റിലേഷൻഷിപ്പ് ദ പേഴ്സൺ വി അഡ്രസ്. ഇഫ് ഇറ്റ് ഇസ് എ ഫ്രണ്ട് വി ക്യാൻ certainly റൈറ്റ് ഹായ്, ഹലോ എന്നൊക്കെയുള്ളത് നമ്മൾ ഫ്രണ്ടിനാണെങ്കിൽ എഴുതാം. പക്ഷേ നമ്മളൊരു കമ്പനിയുടെ മാനേജർക്കാണ് നമ്മൾ കത്തെഴുതുന്നതെങ്കിൽ, ഒരു മെയിൽ എഴുതുന്നെങ്കിൽ നമ്മളൊരിക്കലും ഹായ് ഹലോ പറയില്ല. നമ്മളതിന് ഡിയർ സർ എന്ന് പറയും അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് പറയുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് ഉണ്ട്, അത് സിഗ്നേച്ചറും ഉണ്ട്. സിഗ്നേച്ചർ മീൻസ് നിങ്ങളുടെ സിഗ്നേച്ചർ അല്ല, അവസാനിപ്പിക്കുന്നത് എന്താണോ അതാണ്. ബെസ്റ്റ് റിഗാർഡ്സ്, കൈൻഡ് റിഗാർഡ്സ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി. അതിന് സിഗ്നേച്ചർ എന്നും പറയാം, സൂപ്പർസ്ക്രിപ്ഷൻ എന്നും പറയാം. അങ്ങനെ വെച്ചാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. അവസാനം നിങ്ങളുടെ പേര് എഴുതുന്നു. ഇതെല്ലാം ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് പോകുന്നത്. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലാണെങ്കിലും ഇമെയിൽ ചെയ്യുമ്പോൾ എല്ലാം ലെഫ്റ്റ് അലൈൻമെൻറ്റ് പിടിച്ചാണ് വരുന്നത്. അപ്പോൾ എല്ലാം ലെഫ്റ്റിൽ തന്നെ നിങ്ങളുടെ ഉത്തരക്കടലാസിൽ ലെഫ്റ്റിൽ തന്നെ ടു സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ബോഡി ഓഫ് ദ ലെറ്റർ, അത് കഴിഞ്ഞാൽ ക്ലോസിംഗ്, സിഗ്നേച്ചർ, നെയിം, കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇത് ഇത്രയും ലെഫ്റ്റ് അലൈൻമെൻറ്റ് വെച്ചാണ് പിടിച്ചത്. ഇടയ്ക്കൊന്ന് പറയാൻ വിട്ടുപോയി. ബോഡി ഓഫ് ദ ലെറ്റർ, ബോഡി ഓഫ് ദ ഇമെയിൽ, സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അതിൻ്റെ കൃത്യമായ ആ ബോഡി നിങ്ങൾ എഴുതി ചേർത്തിരിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം നിങ്ങൾ വളരെ ക്രിസ്പായി, ബ്രീഫായി, ക്ലിയറായി നിങ്ങൾ എഴുതിയിരിക്കണം. അത് കഴിഞ്ഞാൽ ക്ലോസിംഗ്, മേക്ക് ഇറ്റ് ക്ലിയർ ആൻഡ് സ്പെസിഫിക്. അത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റിഗാർഡ്സ്, കൈൻഡ് റിഗാർഡ്സ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി എന്നീ പദങ്ങളാണ്. അതിനെയാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നെയിം ഓഫ് ദ സെൻഡർ, കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇനി അടുത്തൊരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. ലെറ്റർ ഓഫ് ഇൻക്വയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമെയിൽ 4 to 6 മാർക്സിന് ഇമെയിൽ വരാം. അതുപോലെ ലെറ്റർ ഓഫ് ഇൻക്വയറിയും 4 to 8 മാർക്സ് വരെയും വരാം. അങ്ങനെയുള്ള ചോദ്യമാണിത്. സോ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫോർമൽ ലെറ്റർ ഓഫ് ഇൻക്വയറി, നമ്മൾ എന്തെങ്കിലും ഒന്ന് അറിയാൻ ആവശ്യപ്പെടുകയാണ്. യു വോണ്ട് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ ഫ്രം സംബഡി, ഫ്രം സം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സം എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ലെറ്റർ യു വിൽ റൈറ്റ്? ഇറ്റ്സ് എ ലെറ്റർ ഓഫ് ഇൻക്വയറി. ഇഫ് യു വോണ്ട് ടു ജോയിൻ എ കോഴ്സ്, ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് ദാറ്റ് കോഴ്സ് പെർട്ടിക്കുലർലി, ആൻഡ് യു വിൽ ബി ആസ്കിങ് അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദോസ് of the courses or the accommodation or the different kinds of information you will be asking. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലെറ്റർ ഓഫ് ഇൻക്വയറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഫോർമൽ ലെറ്ററാണ്. ആ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? സെൻഡറുടെ അഡ്രസ്സ് കൊടുക്കണം. നിങ്ങൾ സ്കൂളിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ ആ കത്തെഴുതുന്നതെങ്കിൽ സ്കൂളിൻ്റെ ലെറ്റർ പാഡിലായിരിക്കും എഴുതുന്നത്. സ്കൂളിൻ്റെ അതിൽ സ്കൂൾ അഡ്രസ്സ് എവിടെ ചേർക്കണം? നിങ്ങൾ അത് ഏറ്റവും മിഡിലായിട്ട് തന്നെ ചേർക്കണം. പിന്നെ ടെലിഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും, സ്കൂളിൻ്റെ ടെലിഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയും വലതുവശത്ത് ചേർത്തിരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഡേറ്റ്, അത് ലെഫ്റ്റ് സൈഡിൽ എഴുതണം, ലെഫ്റ്റ് മാർജിനിൽ. പിന്നെ it is followed by receiver's address. Then you have to salutation, that is sir, madam. I have already explained it in it while doing the email. Then subject of the letter,
Then after that, you have to give the reference. If there is any reference, you can add that also there. Then you have to go on to the body of the letter. It can be compartmentalized into 4 paragraphs. 4 paragraphs ആയിട്ട് തിരിക്കാം. അതിൽ first you have to introduce yourself, your designation, institution. Then after that, briefly explain why you are writing it. Then list the specific information you need. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ട ഇൻഫർമേഷൻ അത് നിങ്ങൾ അവിടെ എഴുതുക, ആവശ്യപ്പെടുക, ചോദിക്കുക. Then after that, finally you have to conclude your letter requesting a positive response, anticipating your positive response, or looking forward to meeting you, അല്ലെങ്കിൽ looking for a positive response, anticipating a positive reply. പിന്നെ അവസാനം കോംപ്ലിമെൻ്ററി ക്ലോസിങ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിമെൻ്ററി ക്ലോസിങ്. അവസാനം സെൻഡേഴ്സ് സിഗ്നേച്ചർ, നെയിം ഇൻ ക്യാപിറ്റൽസ് ആൻഡ് ഡെസിഗ്നേഷൻ. ഇത് ഇത്രയുമാണ് ഫോർമൽ ലെറ്റർ. ഇനി നമുക്ക് ലെറ്റർ ടു ദി എഡിറ്റർ പരിശോധിക്കാം. ലെറ്റർ ടു ദി എഡിറ്റർ അത് 5 മാർക്ക് തൊട്ട് 6 മാർക്ക് വരെയും പോകുന്നതാണ്. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ കൂട്ട് നിങ്ങളുടെ 7 ലെസൺസ് നിങ്ങൾക്കുള്ളതിൽ ആ ലെസൺസിലെല്ലാം ഓരോരോ ഇഷ്യൂ ആണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഇഷ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്താണ് എന്നൊക്കെ വെളിവാക്കുന്നതായിട്ടുള്ള ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലെറ്റർ ടു ദി എഡിറ്റർ. നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ഒന്ന് കേട്ട് നോക്കാം അല്ലേ, ഒന്ന് കേട്ടോളൂ. Post-COVID-19 Kerala society faces the return of a large number of migrant workers. You think that Irfan Alam's efforts as entrepreneur can be taken as a solution for such problems. You wish to read such success stories in national dailies. Draft a letter to the editor requesting him to give more coverage in such stories. അതിനൊരു ഉത്തരവായിട്ട് എഴുതുമ്പോൾ ഇതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എവിടെ ചേർക്കണം? ലെഫ്റ്റ് സൈഡിലാണ്. സെൻഡേഴ്സ് അഡ്രസ് ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് മാർജിനിൽ ചേർക്കണം. അത് കഴിഞ്ഞാൽ എന്ത് വേണം? തീയതി വേണം. എന്നാണ് എഴുതുന്നതെന്നുള്ളത് പ്രധാനമാണ്. ലെഫ്റ്റ് മാർജിനിൽ തന്നെ നിങ്ങൾ ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞാൽ ടു അഡ്രസ് നിങ്ങൾ എഴുതണം. അതായത് ആർക്കാണോ എഴുതുന്നത്, ലെറ്റർ ടു ദി എഡിറ്ററാണ്. അപ്പോൾ എന്ത് വേണം? ടു ദി എഡിറ്റർ ഹിന്ദു ഡെയിലി, ഏതെങ്കിലും ഒരു ഡെയിലി, അത് ചോദ്യപേപ്പറിൽ ഒരു പക്ഷേ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെയിലി നിങ്ങൾക്ക് എഴുതാം, ദ ഹിന്ദു ഡെയിലി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെഴുതണം? സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് സർ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതണം? സബ്ജക്റ്റ്. ഇവിടെ ചോദ്യം എന്താണ്? ഇർഫാൻ ആലത്തിൻ്റെ എഫേർട്സ്, ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വളരെ നല്ലതാണ്, വളരെ ക്രിയാത്മകമായിരിക്കും. ഒരുപാട് മൈഗ്രൻ്റ് വർക്കേഴ്സുള്ള ഈ നാട്ടിൽ, ഈ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ മാനിച്ചുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ നമുക്കെങ്ങനെ അവരെ പുനരധിവസിപ്പിക്കാം? അപ്പോൾ അതിന് ഇർഫാൻ ആലത്തിൻ്റെ വിജയകഥകളെപ്പോലുള്ള കഥകൾ കൂടുതലായി നമ്മുടെ പത്രങ്ങളിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പ്രചോദനമായിരിക്കും. ഷാൽ ബി കിൻഡ്ലിങ് സോ മെനി ലൈവ്സ് വിത്ത് മോട്ടിവേഷൻ ആൻഡ് സ്പിരിറ്റ്. സോ അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ഈ ഒരു മാതൃകയിൽ തന്നെ നിങ്ങൾക്ക് എഴുതിപ്പോകാം. എന്നിട്ട് നിങ്ങൾ സബ്ജക്റ്റും റെഫറൻസും കഴിഞ്ഞാൽ, റെഫറൻസ് ഉണ്ടെങ്കിൽ റെഫറൻസ്, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ബോഡി 2-3 പാരഗ്രാഫിട്ട് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂ എന്താണോ അതിനെ നിങ്ങൾ പരിചയപ്പെടുത്താം. അത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കൂടുതൽ ഇതുപോലെയുള്ള സക്സസ് സ്റ്റോറീസ് പ്രസിദ്ധീകരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പറഞ്ഞു വെക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സൂപ്പർസ്ക്രിപ്ഷനും എഴുതി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ നെയിം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. നിങ്ങളുടെ നെയിം എന്ന് പറയുമ്പോൾ ഡോണ്ട് റൈറ്റ് യുവർ നെയിം ഇൻ യുവർ ആൻസർ ഷീറ്റ്, ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. അതുകൊണ്ട് നിങ്ങളുടെ പേരല്ല, യു റൈറ്റ് ആൻ ഇമാജിനറി നെയിം ദ. സോ നെവർ റൈറ്റ് യുവർ ഓൺ നെയിം anywhere in your answer sheet, be it article, be it newspaper report, അങ്ങനെ എന്തായാലും ലെറ്റർ ടു ദി എഡിറ്റർ അവിടെ എവിടെയായാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേര് എഴുതരുത്. അവിടെ ഒരു ഇമാജിനറി നെയിം കൊടുക്കുക, ക്യാപിറ്റൽസിൽ ഇമാജിനറി നെയിം കൊടുക്കുക. അപ്പം അങ്ങനെയാണ് ഒരു ലെറ്റർ ടു ദി എഡിറ്റർ എഴുതി തീർക്കേണ്ടത്. ഇനിയും അടുത്ത മറ്റൊരു ലെറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണത്? ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. നിങ്ങളെല്ലാം പഠിച്ച് മിടുക്കരായിട്ട് വലിയ ഒരു വിദ്യാസമ്പന്നരായി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായി മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം കാണുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി അറ്റൻഡ് ദാറ്റ്, യു വിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. ഓക്കെ, ദിസ് ഇസ് മൈ കരിയർ, ദിസ് ഇസ് മൈ ഗോൾഡൻ കരിയർ, ദിസ് ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിനെ
ജോബ് ആപ്ലിക്കേഷൻ എഴുതും. അപ്പോൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ എഴുതുക, അതിൻ്റെ റെസ്യൂമേ എഴുതുക? വേറൊന്നുമില്ല, ഇപ്പോൾ പറഞ്ഞ ലെറ്റർ ടു ദി എഡിറ്ററിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്. വളരെ ക്രിസ്പായിരിക്കണം, ബ്രീഫായിരിക്കണം. അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് പോകാം. റെഫറൻസ് തീർച്ചയായിട്ടും വേണം. ഇവിടെ ലെറ്റർ ടു ദി എഡിറ്ററിലും ലെറ്റർ ഓഫ് എൻക്വയറിയിലും റെഫറൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ കൃത്യമായി റെഫറൻസ് ഉണ്ടായിരിക്കണം. ആ റെഫറൻസ് എവിടെയാണോ നിങ്ങൾ ആ പരസ്യം കണ്ടത്, ആ പരസ്യത്തിൻ്റെ ഡേറ്റും ആ പരസ്യം വന്ന ഡെയിലിയും ഒക്കെ ആയിരിക്കും ആ റെഫറൻസിൽ വരേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ ഓഫർ ചെയ്ത്, നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങളെ ഓഫർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കത്ത് തയ്യാറാക്കാം. അത് കഴിഞ്ഞാൽ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ മാത്രമല്ല നിങ്ങളോട് ചോദിക്കുന്നത്. യു വിൽ ബി ഡെഫിനറ്റ്ലി ആസ്ക്ഡ് ടു റൈറ്റ് എ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ along with a resume. നിങ്ങളുടെ ഒരു ബയോഗ്രഫി, നിങ്ങളുടെ ഒരു ഷോർട്ട് ചരിത്രം തന്നെ, ഒരു ഷോർട്ട് ബയോഗ്രഫിക്കൽ സ്കെച്ച്, നിങ്ങൾ എന്താണോ, നിങ്ങൾ ആരാണോ, നിങ്ങളുടെ അടയാളം എന്താണോ അത് രേഖപ്പെടുത്തുന്ന ഒരു റെസ്യൂമേ നിങ്ങൾ തയ്യാറാക്കി അതും കൂടെ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണം ഈ കത്തിന് തൊട്ട് പിന്നാലെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ. അപ്പോൾ എന്താണോ ജോബ് ആപ്ലിക്കേഷൻ, ജോബ് എന്താണോ ആ ജോബിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്യൂമേ നിങ്ങൾ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ തുടങ്ങാം? ഒരു റെസ്യൂമേ, ജോബ് ആപ്ലിക്കേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ രണ്ടാമത് എഴുതേണ്ടത് റെസ്യൂമേയാണ്. ഒരു റെസ്യൂമേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്താണോ അത് എഴുതണം. ടു വർക്ക് ഫോർ ദ സൊസൈറ്റി എന്തുമാകാം നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവോടുകൂടി തുടങ്ങുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ്, ഇമെയിൽ, ഫോൺ നമ്പർ, ഇതെല്ലാം ലെഫ്റ്റ് അലൈൻമെൻറ്റ് പിടിച്ച് വേണം പോകാൻ, ലെഫ്റ്റ് മാർജിൻ ചേർന്ന് വേണം പോകാൻ. പെർമനൻ്റ് അഡ്രസ്സ്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം നിങ്ങൾ നേടിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏറ്റവും അവസാനം നേടിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യവും. അങ്ങനെയാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് എഴുതണം, നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ സ്കിൽസ്, ദ ലാംഗ്വേജസ് യു നോ, your interest, and in the end you have to put forward a declaration. ഒരു പ്രസ്താവന നിങ്ങളവിടെ ചെയ്യണം. എന്താണ് ആ പ്രസ്താവന? ഒരു പ്രഖ്യാപനം, ഒരു പ്രതിജ്ഞ. എന്താണ്? I hereby declare that the details given above are true to the best of my knowledge. അങ്ങനെ നിങ്ങൾ സ്വയം സത്യപ്രസ്താവന നടത്തുകയാണ്. സത്യപ്രസ്താവന കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കണം? നിങ്ങളാണത് ചെയ്യുന്നത്, നിങ്ങളുടെ സിഗ്നേച്ചർ വേണം. അപ്പോൾ വലതുവശത്ത് നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും എഴുതണം. ആൻഡ് ബിഫോർ ദാറ്റ് പ്ലേസ് ആൻഡ് ഡേറ്റ്. സിഗ്നേച്ചറിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് മാർജിനിൽ സിഗ്നേച്ചറിൻ്റെയും പേരിൻ്റെയും ലെഫ്റ്റിലേക്ക് പ്ലേസ് ആൻഡ് ഡേറ്റ്, യുവർ പ്ലേസ് ആൻഡ് ദ ഡേറ്റ്. ദിസ് ഓൾസോ ഷുഡ് ബി റിട്ടൺ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ വരാൻ പറ്റുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ പഠിച്ച നാടകം, നിങ്ങൾ പഠിച്ച കഥ, നിങ്ങൾ പഠിച്ച അനക്ഡോട്ട്, ഇവയിലെല്ലാം ധാരാളം കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. ആൻഡ് സർട്ടൻലി യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദോസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഔട്ട് ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ബോൾഡ്വിൻ എന്ന കഥാപാത്രം, ഹി സ്റ്റാൻഡ്സ് ഫോർ ദ പോളിസി. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഹി സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് വാല്യൂ. സോ ബോൾഡ്വിൻ എന്ന കഥാപാത്രത്തെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ പരിചയപ്പെടാൻ പറ്റും? അവരുടെ ഡയലോഗ്സിലൂടെയാണ് അവരാരാണെന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇൻ ദ സെയിം വേ എവറി ക്യാരക്ടർ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ പ്ലേ. They are introduced themselves through the dialogues and by the dialogues spoken by other characters about these characters. അല്ലേ? അതേപോലെ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറിയിലാണെങ്കിലോ ഡയലോഗ്സും ഉണ്ട്, അതുപോലെ ഇവൻസും ഉണ്ട്. ഓരോ ഇൻസിഡൻസിലും ഓരോ ഇവൻറ്റ്സ് നടക്കുമ്പോഴും എങ്ങനെയാണോ ഈ കഥാപാത്രങ്ങൾ പ്രതികരിക്കുന്നത് ആ പ്രതികരണത്തിനനുസരിച്ചും, അതേപോലെ മറ്റു കഥാപാത്രങ്ങൾ എന്താണോ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അതനുസരിച്ചും, അല്ലെങ്കിൽ കഥാകാരി എന്താണോ പറയുന്നത് അതനുസരിച്ചുമൊക്കെയാണ് നമുക്ക് കഥാപാത്രങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത്. അനക്ഡോട്ടിലും സുധാമൂർത്തിയുടെ ഹൊറഗല്ലു നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് രത്നയുടെ ക്യാരക്ടർ, അതേപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ, അതേപോലെ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന, അങ്ങനെ ഈ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ചും ചോദിക്കാം. അപ്പോൾ ബോൾഡ്വിൻ്റെ ക്യാരക്ടർ നമുക്ക് എങ്ങനെ കാണാം? ബോൾഡ്വിൻ്റെ ക്യാരക്ടർ, ഹീസ് ഓണസ്റ്റ്, he has high integrity, he has a sense of duty, he is dedicated, noble, he has determination. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ക്വാളിറ്റീസ് എല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അദ്ദേഹം പറയുന്നൊരു പ്രസ്താവനയുണ്ട്, ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി. അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് അദ്ദേഹം സത്യം പറയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കൊന്നും ഓർമ്മയില്ല, ഐ ഡോണ്ട് റിമെമ്പർ എന്നുള്ള 3 വേർഡ്സ് പറയുന്നതിന് $100,000 ആണ് അദ്ദേഹത്തിന് ബ്രൈബ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ വീഴുന്നില്ല. അദ്ദേഹം അന്നേരം പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി ഐ ഡു എ ഡിസോണറബിൾ തിങ്.
അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. അങ്ങനെ ഓരോരോ ഡയലോഗ്സിലൂടെയും നമുക്ക് വ്യക്തികളെ മനസ്സിലാക്കാം. മാർത്ത ബോൾഡ്വിൻ്റെ ഭാര്യയാണ്, ഈവി മകളാണ്, ജോൺ ഗ്രഷാം ബോൾഡ്വിൻ അത് അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇവരുടെ എല്ലാം ക്യാരക്ടർ തുടക്കത്തിൽ അവർക്ക് അച്ഛനെ വളരെ താല്പര്യമായിരുന്നു. സെൻട്രൽ കേന്ദ്ര കഥാപാത്രമായ ബോൾഡ്വിനോട് വളരെയധികം സ്നേഹമായിരുന്നു ആദ്യം. ബട്ട് ആസ് ദ പ്ലേ പ്രോഗ്രസസ് വി ഫീൽ ദാറ്റ് ദേ ഹാവ് ഓൾ ചേഞ്ച്ഡ് ദ ആറ്റിറ്റ്യൂഡ്സ് ടുവേഴ്സ് ഹിം. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം മാറുന്നുണ്ട്. They all have become greedy, malicious, complaining, argumentative, arrogant, opportunist, materialist, callous, and above all hypocritical. അപ്പോൾ ഓരോ കഥാപാത്രവും അവരുടെ എങ്ങനെയാണോ അവരുടെ രീതികൾ അതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരും. അത് പ്രതീക്ഷിക്കാം. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ കഥാപാത്രത്തെയും ഓരോ ഇൻസിഡൻസിലൂടെ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഡ്രാമയിൽ നിങ്ങൾ ഡ്രാമയും പഠിച്ചു, അനക്ഡോട്ട് പഠിച്ചു, അതുപോലെ ഷോർട്ട് സ്റ്റോറിയും പഠിച്ചു. അതിലെല്ലാം ഇൻസിഡൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്നാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. അത് വളരെ ക്യാച്ചി ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ആൻഡ് യു ഹാവ് ടു യൂസ് പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഹെഡ്ലൈൻ എഴുതേണ്ടത്. ദെൻ ബൈലൈൻ, നേരത്തെ പറഞ്ഞതുപോലെ ബൈലൈൻ എന്ന് പറയുന്നത് ഫ്രം അവർ സ്റ്റാഫ് കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ ഫ്രം അവർ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള ആ ബൈലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഇൻട്രൊഡ്യൂസിങ് പാരഗ്രാഫിൽ യു ഹാവ് ടു ആൻസർ ടു വാട്ട്, ഹൂ, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. അത് കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൻ്റെ ബോഡിയാകുന്നു. ആ ബോഡി ഓഫ് ദ പാരഗ്രാഫ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു പ്രസൻറ്റ് ദ ഡീറ്റെയിൽസ് വിതൗട്ട് എനി സബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻ പാസ്റ്റ് ടെൻസ് അക്കോർഡിംഗ് ടു ദ ഇമ്പോർട്ടൻറ്റ് പ്രാധാന്യം അനുസരിച്ച് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും അവസാനം എഴുതേണ്ടത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം നോട്ടീസ് തരുന്നു, അതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെ ഒരു ചോദ്യം വന്നാലും നിങ്ങൾ എഴുതേണ്ടത് എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. എന്താണോ തന്നിരിക്കുന്നത് അതിനെ എല്ലാം പാസ്റ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സാമ്പിൾ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. 4 തൊട്ട് 5 മാർക്ക് വരെ അതിനുണ്ട്. ആ അനൗൺസ്മെൻറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഗ്രീറ്റിങ്ങോടുകൂടി തുടങ്ങുക. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ, ഒരു ഗ്രീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് യു ഹാവ് ടു അനൗൺസ് ദ ഇവൻറ്റ്, ടൈം, ലൊക്കേഷൻ, തീം, ഒബ്ജക്റ്റീവ് എക്സ്ട്രാ. ഫോർ എക്സാമ്പിൾ, അവർ ഓഫ് ട്രൂത്ത് എന്ന പ്ലേ നിങ്ങൾ സ്റ്റേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിനൊരു അനൗൺസ്മെൻറ്റ് കൊടുത്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അനൗൺസ് ചെയ്യുക? വി ആർ ഗോയിങ് ടു സ്റ്റേജ് ദ വൺ ആക്ട് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ്, an American playwright. Here are our characters who are ready to entertain you with Miss Nancy and Mr. Anand Kumar in the lead role. Watch the play and enjoy the visual treat. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു സാരാംശമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ലെറ്റ് us watch and enjoy എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനൊരു കൊഴുപ്പ് കൂട്ടാം. അപ്പോൾ അങ്ങനെ അനൗൺസ്മെൻറ്റ്, ഗ്രീറ്റിംഗ്, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇവൻറ്റ്, ടൈം, ലൊക്കേഷൻ, തീം ഇതെല്ലാം പറഞ്ഞു. അവസാനം കൺക്ലൂഷൻ വിത്ത് വാം റിഗാർഡ്സ്, നല്ല ഊഷ്മളമായ ആശംസകളോടെ നിങ്ങൾക്ക് നിങ്ങളുടെ അനൗൺസ്മെൻറ്റ്. താങ്ക് യു, വാച്ച് ദ പ്ലേ ആൻഡ് എൻജോയ് ദ വിഷ്വൽ ട്രീറ്റ്, വി വിഷ് യു ഓൾ ദ ലക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബ്ലോഗ് റൈറ്റിംഗ്. ഇന്നത്തെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി നമ്മുടെ സന്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പ്രചരിപ്പിക്കാറുണ്ടല്ലോ. അതിലൊരു മെത്തേഡാണ്, അതിലൊരു മാർഗ്ഗമാണ് ബ്ലോഗ്. നമ്മുടെ ചോദ്യപേപ്പറിൽ അതൊരു 4 തൊട്ട് 8 വരെയുള്ള മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ബ്ലോഗ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് വളരെ പേഴ്സണലാണ്. ഐ ഫാക്ടർ അതിൽ കൂടുതലായിരിക്കും. ഐ എന്ന പേഴ്സണൽ പ്രൊനൗൺ ക്യാൻ ബി യൂസ്ഡ് റെഗുലർലി ഇൻ എ ബ്ലോഗ്. സോ ബിക്കോസ് ഇറ്റ്സ് യുവർ ഒബ്സർവേഷൻസ്, ഇറ്റ്സ് യുവർ സജഷൻസ്, ഇറ്റ്സ് യുവർ മെസ്സേജ്. സോ യു ക്യാൻ ആംപ്ലി റിലൈ ഓൺ the I factor, the personal pronoun I. Blog എഴുതുമ്പോൾ there should be an interesting headline, then you have to break it into short paragraphs, then there should be a beginning, middle and end, and you have to write in simple style, no academic writing. Blog is not an academic writing. You can rely on a simple style. You can write in an informal style. അങ്ങനെ എഴുതുക. റൈസ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ നമ്മൾ മുമ്പേ കണ്ടതാണ്. അപ്പോൾ റൈസ് എന്നുള്ള പോയം. Okay, what do you see in Rice, the poem Rice? So we have already critically compared we have already appreciated the poem Any Woman. Now we have another poem Rice that can also be come in comparison with another poem. അങ്ങനെ വരികയാണെങ്കിൽ we have already discussed how a poem can be thematically and structurally analyzed and appreciated. So here in Rice, what did you see? The poor poet was returning home. ചെമ്മനം ചാക്കോയുടെ കവിത റൈസ്
അയ്യപ്പ പണിക്കർ സാർ അതിനെ തർജ്ജമ ചെയ്ത് വളരെ മനോഹരമായി തർജ്ജമ ചെയ്ത് നമ്മൾ വായിച്ചു. അപ്പോൾ അതിലെന്താണ് കവി പറയുന്നത്? ദ പുവർ പോയറ്റ് വാസ് റിട്ടേണിംഗ് ഹോം ഇൻ എ നൊസ്റ്റാൾജിക് മൂഡ്. He was fed up with eating chapatis for the last 4 years. He could feel his desire to have a meal of athikira rice. And the poet imagined his house surrounded by green paddy fields lined with coconut trees. നല്ല പച്ചപ്പട്ട് അണിഞ്ഞതുപോലെ നെൽക്കതിർ വിളയുന്ന ഒരു പാടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ചുറ്റും അതിന് രേഖയായി തെങ്ങിൻ തോപ്പുകളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പ്ലാന്റിങ് ഞാട് നടന്ന സമയമാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അച്ഛനെ പാടത്ത് പ്രതീക്ഷിച്ചു. പക്ഷേ അതിന് പകരം അദ്ദേഹം അവിടെ കണ്ടത് ക്യാഷ് ക്രോപ്സ് ആണ്, വാണിജ്യ വിളകളുടെ ഒരു കൂമ്പാരമാണ് അവിടെ കണ്ടത്. അദ്ദേഹം അത്തിക്കിര റൈസ് കഴിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാവിൽ വെള്ളം ഓടിക്കൊണ്ട് അദ്ദേഹം ട്രെയിനിലിരിക്കുമ്പോൾ ട്രെയിനിനോട് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, എന്താ ഇത്ര പതുക്കെ പോകുന്നത് ട്രെയിനെ, തീവണ്ടി ഒന്ന് പെട്ടെന്ന് പായൂ എന്ന് അദ്ദേഹം ആർത്തിയോടുകൂടി പറയുകയാണ്. കാരണം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മ വേവിക്കുന്ന അത്തിക്കര അരിയുടെ ആ ഊറ്റുന്ന അരി വടിക്കുമ്പോഴുണ്ടാകുന്ന ആ കഞ്ഞിവെള്ളത്തിൻ്റെ മണം അദ്ദേഹത്തിൻ്റെ മൂക്കിലിങ്ങനെ അത് ഇപ്പോഴും തങ്ങി നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ ആലോചിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അനുജൻ റേഷൻ ഗോതമ്പ് വാങ്ങിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ, നെൽപ്പാടങ്ങളെല്ലാം മാറിമറിഞ്ഞുകൊണ്ട് അതിന് പകരം വാണിജ്യ വിളകൾ സമൃദ്ധിയായിട്ടുണ്ടാവുന്നു. നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ തന്നെ തകർക്കുന്ന ആ ഒരു അവസ്ഥയെ, പരിതാപകരമായ അവസ്ഥയാണ് അദ്ദേഹം ആക്ഷേപഹാസ്യത്തിലൂടെ വരച്ചു കാട്ടുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നാലും നേരത്തെ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ എഴുതുന്ന രീതിയിൽ ആ തീമാറ്റിക് സ്ട്രക്ചറൽ അനാലിസിസ് നടത്തുക. രണ്ട് കവിതകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വരുമ്പോൾ ആദ്യത്തെ കവിതയും രണ്ടാമത്തെ കവിതയും അതേ രീതിയിൽ തന്നെ ക്രിട്ടിക്കലി അപ്രീഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവസാനം ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോഴും കൺക്ലൂഷൻ കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് രണ്ട് കവിതകളെയും ഒന്ന് താരതമ്യപ്പെടുത്തി വളരെ മനോഹരമായ ഒരു കൺക്ലൂഷനും കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾക്ക് എല്ലാ ചോദ്യപേപ്പറുകൾ എല്ലാ 7 ലെസൺസിൽ നിന്നും 7 പാഠങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ഭാഗം യു വിൽ ബി ഗിവൺ ആൻ എക്സ്ട്രാക്ട് ഫ്രം ഓൾ ദീസ് ലെസൺസ്, എനി ഓഫ് ദീസ് ലെസൺസ് ഓർ ഓൾ ദീസ് ലെസൺസ്, ആൻഡ് യു വിൽ ബി ഗിവൺ സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് പാസേജ് ആൻഡ് യു ഹാവ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫ് യു ആർ very familiar with the text, read. If you are very familiar with the text, it will be easy for you to answer the questions given. Sometimes the question may be to write the meanings, sometimes about the attitude, about the events, about your responses. അങ്ങനെ എന്തുമാകാം ചോദ്യം. അപ്പോൾ അത് അങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. 5 മാർക്ക് വരെ 2-3 ഉപചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ 7 ലെസനും ഫോക്കസ് ഏരിയയിലുള്ള 7 ലെസനും ഏതാണ്ട് എല്ലാ ഡിസ്കോഴ്സുകളും വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. സോ ഐ തിങ്ക് നൗ you have covered the entire 7 lessons and almost all the discourses. So please pay attention to the features and format of all these discourses and study. നമ്മൾ ഫോർമാറ്റ് അനുസരിച്ച് തന്നെയാണ് ഫോർമാറ്റും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം ഓരോ ഡിസ്കോഴ്സിൻ്റെയും ഫോർമാറ്റും ഫീച്ചേഴ്സും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് യുവർ ടീച്ചേഴ്സ് ഷാൽ ബി ഹെൽപ്പിംഗ് യു. Think children, the whole government machinery, your parents, elders, teachers and general public, everybody is concerned about you. That is why we are preparing you for your next turning point in your life through these classes. We are particular that you should not lose a year. So we all warmly wish you great success in your coming examination. Wish you good luck. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.